നമസ്കാരം. ഓൾറൗണ്ടേഴ്സ് മല്ലൂസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെതലരിച്ച കട്ടില, ചെതലരിച്ച ജനലൊക്കെ മാറ്റുന്ന ഒരു തരം വീഡിയോ ആണ്. ഇന്ന് ഒരുപാട് പേർക്ക് സംശയമുള്ളതാണ്. ഒരുപാട് പേര് വീട്ടിലുള്ള ഒരു കംപ്ലയിൻ്റാണ്. പ്രത്യേകിച്ച് അടുക്കള ഭാഗത്തുള്ള കട്ടില ചെതലരിച്ച് പോയി, ജനൽ ചെതലരിച്ച് പോയി. എത്ര വില കൂടിയ മരം വെച്ച് കഴിഞ്ഞാലും ഇതാണ് പ്രശ്നം. ഒരു കൊല്ലത്തിനടക്ക് 2 കൊല്ലത്തിനടക്ക്. ഈ ക്ലയൻറ്റ് 2 പ്രാവശ്യം ഇതേ കട്ടില ഇവിടുന്ന് മരത്തിൻ്റെ കട്ടില ചേഞ്ച് ആക്കിയതാണ്. പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം ചേഞ്ച് ആക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റീലിൻ്റെ കട്ടില റിക്വസ്റ്റ് ചെയ്യും. സ്റ്റീലിൻ്റെ കട്ടിലാണ് ഇവിടെ വെക്കാൻ ഏറ്റവും ബെറ്റർ എന്ന് പറയുകയും ചെയ്ത് അങ്ങനെ അവർ സമ്മതിച്ച് നമ്മളിപ്പം ഈ കട്ടില മാറ്റിയിട്ട് സ്റ്റീലിൻ്റെ കട്ടിലയാണ് നമ്മളിവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചെതലിൻ്റെ ശല്യം കാരണമാണ് ഈ പ്രശ്നങ്ങൾ നമ്മളിവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ വാതിൽ ഒരു കാരണവശാലും മാറ്റുന്നില്ല, കട്ടില മാത്രമേ നമ്മളിവിടുന്ന് മാറ്റുന്നുള്ളൂ. ഇനി ചെതലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ കട്ടിലെടുത്തപ്പോൾ ഇത്രയും ചെതലിൻ്റെ അകത്തുണ്ട്. ഇതിന് മുകളിലോളം ചെതലരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 വർഷത്തിനിടയ്ക്ക് വീണ്ടും സംഭവിച്ചൊരു കേസാണ്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഇവർ ഇതിൻ്റെ കട്ടില മാറ്റുന്നത് ചെതലിൻ്റെ പ്രശ്നത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീലിൻ്റെ കട്ടില ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ മണ്ണിൻ്റെ പ്രശ്നമായിരിക്കാം. അങ്ങനെ എന്തുകൊണ്ട് ചില ചെതൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കട്ടിലിൽ ചെതലെടുത്ത് കഴിഞ്ഞാൽ മൊത്തം കട്ടിലേക്കും ചെതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ സ്റ്റീലിൻ്റെ കട്ടിലയാണ് റെഡിയാക്കിയെടുത്തത്. നമ്മൾ ഡോറിന് കണക്കായ കട്ടിലാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നമ്മൾ കമ്പനിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഡോറ് ചില സമയം കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഡോറ് നമ്മൾ വെട്ടിയിട്ട് ചെറുതാക്കേണ്ടി വരും. അപ്പോൾ ആ പ്രോബ്ലംസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡോറിൻ്റെ അളവിനനുസരിച്ച് കട്ടിലുണ്ടാക്കിയതുകൊണ്ട് നമുക്ക് ആ ചിലവുകൾ ഇല്ലായിട്ടില്ല. ഇത് 7 അടി നീളമാണ്, 3 അടി വീതി. സാധാരണ ഉള്ളതുപോലെ 7 അടി വീതി, 7 അടി നീളം, 3 അടി വീതിയിലുമാണ് ഉള്ളത്. 4 വിജാഗിരി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് സിമൻറ്റ് നിറക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഒരു കെട്ടാണെങ്കിൽ നമുക്ക് സിമൻറ്റ് 2 സൈഡിലൂടെ നിറച്ച് കൊണ്ടുപോകാം. പക്ഷേ നമ്മളിത് പുതിയ കെട്ടിൽ ഫിറ്റ് ചെയ്യുകയാണ്, പഴയ കെട്ടിലെടുത്തിട്ട് പുതിയ കെട്ടിൽ ഫിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ തലേന്ന് നമ്മൾ സിമൻറ്റോ അല്ലെങ്കിൽ കോൺക്രീറ്റോ ചെയ്ത് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം പിറ്റേസം ഉപയോഗിക്കാം. നമുക്ക് നന്നായിട്ട് സിമൻറ്റ് നിറക്കാം. ആ സ്ട്രോങ്ങിൽ 3-1 രീതിയിൽ തന്നെ നല്ല സ്ട്രോങ്ങിൽ സിമൻറ്റ് കൈ കൊണ്ട് നിറക്കാം. കത്തി കൊണ്ട് നിറച്ചാൽ നമുക്കത് ഫില്ലാവണമെന്നില്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നിറക്കാം. ഓക്കെ, എന്നാലും നമുക്ക് നാളത്തേക്ക് ഇത് ഫിറ്റായിട്ട് നിൽക്കുള്ളൂ. എല്ലാ സൈഡിലും 4 സൈഡിലും നന്നായിട്ട് കൈ കൊണ്ട് കുത്തിയമർത്തിയിട്ട് ശരിക്കും നല്ല ടൈറ്റിൽ എംസാൻഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബേബി ചില്ലി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് മെറ്റൽ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാം. ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നാളെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ അതുപോലെ തന്നെ വെയിറ്റും കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ കാലി കട്ടിൽ വെക്കുന്നതിൻ്റെ ഒരു 5 ഇരട്ടി വെയിറ്റ് ആയിരിക്കും നമ്മൾ കോൺക്രീറ്റ് ചെയ്താൽ ഉണ്ടാവും. 2-3 ആളുടെ സഹായത്തിന് മാത്രമേ നമുക്കത് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. മിനിമം 2 ആളെങ്കിലും നിർബന്ധമാണ്. നമുക്ക് ശരിക്കും 4 സൈഡിലും ശരിക്കും സിമൻറ്റ് കുത്തി നിറക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് നാളെ രാവിലെയാണ് ഈ കട്ടിൽ വെക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് തന്നെ 4 സൈഡും ഫില്ല് ചെയ്യണം. ഏകദേശം നമ്മളെല്ലാം കട്ടിലെല്ലാം സിമൻറ്റ് ഇട്ട് ഫില്ല് റെഡി ചെയ്തിട്ടുണ്ട്. നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. 4 സൈഡ് അതുപോലെ തന്നെ സിമൻറ്റ് ചെയ്തതിന് ശേഷം കത്തി കൊണ്ട് ഫിനിഷ് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടമ്പറായിട്ട് നിൽക്കുന്നുണ്ട് കട്ടില. അതുപോലെ തന്നെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല വെയിറ്റ് ആയിരിക്കും നാളെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഇനി നമ്മൾ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ആ കട്ടില ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. നമ്മൾ അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കണമെങ്കിൽ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ഈ പരിപാടി നിർത്തും. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കുന്നവർക്ക് ഒരാളുടെ കൂലി അധികം കൊടുക്കേണ്ടി വരും, നഷ്ടം വരും. ഇതാ 1 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം പണി മൊത്തമായിട്ട് ഇനി ചിരണ്ടാൻ വേണ്ടിയിട്ട് സിമൻറ്റ് കളയാൻ വേണ്ടിയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം കട്ടില ഫിറ്റ് ചെയ്തു. ഓക്കെ, അത് തൂക്കിന് തന്നെയാണ് ഫിറ്റ് ചെയ്തത്. തൂക്കിന് ഫിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡോറ് ഇതിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 6 ക്ലാമ്പ് ഉണ്ട്. ഒരു സൈഡിൽ 3 ക്ലാമ്പ്, ഒരു സൈഡിൽ 3 ക്ലാമ്പ് ചുമലിൻ്റെ അകത്തേക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആടെ നല്ല കോൺക്രീറ്റ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ അപ്പുറത്തും സൈഡ് കുത്തുമ്പോൾ ഇതായതുകൊണ്ട് നമ്മളെല്ലാം തേച്ച് ഫിനിഷ് ചെയ്യണം. ഓക്കെ, തേച്ച് ഫിനിഷ് ചെയ്യാണ്ട് ഇപ്പോൾ കട്ടില നല്ല സൂപ്പറായിട്ട് ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് വിജാഗിരി ഫസ്റ്റ് ക്വാളിറ്റി വിജാഗിരിയാണ്. എത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. 4 വിജാരി കൊടുത്തതുകൊണ്ട് ഡോർ എത്ര വലിയ വെയിറ്റുള്ള ഡോറാണെങ്കിലും നമുക്ക് ഒരു പ്രശ്നവും ഒന്നും പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇനി ചെതലിൻ്റെ ഒരു പ്രശ്നങ്ങളും ഈ അടുക്കള ഭാഗത്ത് ഉണ്ടാവില്ല. അത് ഫുൾ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പം ക്ലയൻറ്റിനെ
ഡോറ് ഇതിന് ഫിറ്റ് ചെയ്തു. ഒരു പണിയും ഉണ്ടായില്ല, വെറും 5 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഡോറ് ഫിറ്റ് ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡോറ് കറക്റ്റായിരുന്നു. കട്ട്ള ഇതിൻ്റെ അളവിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് കറക്റ്റായിരുന്നു. അതിനൊക്കെ ഇതിൻ്റെ ലോക്കും കറക്റ്റായിരുന്നു. നല്ല സെറ്റായിട്ടുണ്ട്. ക്ലയൻറ്റിനൊക്കെ ഭയങ്കര സന്തോഷമായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.